ഹലോ ഗായ്സ്, വെൽക്കം ടു ഏജ് ക്രോണിക്കൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് കുക്കിംഗാണ് കാണാൻ പോണത്. ഞങ്ങൾ ക്രിസ്മസിന് ചെയ്ത എല്ലാ വിഭവങ്ങളും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫാമിലീസ്, അതായത് ഇച്ചയുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഞങ്ങൾ ഇപ്രാവശ്യം ഇങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തെന്ന് കാണണ്ടേ? ബയോ. അപ്പോൾ നമുക്ക് 2 കിലോ ബീഫ്, 2 കിലോ ചിക്കൻ, 1 കിലോ മീൻ, ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫ് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 20-30 ചെറിയ ഉള്ളിയും, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും പേസ്റ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ശരിക്കും തിരുമ്മി വെക്കുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ബീഫ് വറ്റിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരുമ്മിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു 30 മിനിറ്റ് വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മീൻകറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ കുടംപുളി ഇട്ട് ആദ്യമേ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ അരപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു എളുപ്പ വഴി എൻ്റെ അമ്മ പറഞ്ഞതാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടിയും, 3 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും ശകലം വെള്ളവും കൂടെ ചേർത്ത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അത് ആവശ്യത്തിന്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാം, കൂടെ ചേർത്തിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നത്. ഒന്ന് അരച്ചതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ശകലം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ, അതായത് ഇത് ഈ രൂപത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാണ്. ഞങ്ങൾക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാനിലാണ് ഇവിടെ ഉണ്ടാക്കണേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പേസ്റ്റ് അതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. അപ്പം ശരിക്കും നല്ല വഴണ്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന രൂപത്തിലോട്ട് നമുക്കിത് ആക്കിയെടുക്കണം. എത്ര വഴറ്റാൻ പറ്റുന്നോ അത്രയും നല്ലതായിരിക്കും. നല്ല ഡാർക്ക് കളർ വന്ന് അത്രയും നല്ല കളർ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മുടെ മിക്സിയിൽ കഴുകിയ ജാറ് കഴുകിയ വെള്ളവും ആവശ്യമുള്ള വെള്ളവും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്നും തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ മീൻ ഇതിലോട്ട് നേരെ പറക്കി എടുത്തിടുക, വെടുത്ത് ഇടുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക, പുളിയുടെ ബാലൻസ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഇളക്കാൻ പാടില്ല. മീനിട്ടതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് കിറക്കി എടുത്തിട്ട് വെക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ കിറക്കിയെടുത്ത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് പറ്റിച്ചെടുക്കും. അതാണ് നമ്മുടെ സ്റ്റൈൽ. അപ്പോൾ നമ്മളത് നല്ല കുടംപൊടി ഇട്ട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കറിയുടെ മാരിനേഷന് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, അതിലോട്ട് ശകലം കോൺഫ്ലവർ, ശകലം പെരുജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള തൈരും ഉപ്പും, പിന്നെ ശകലം വിനാഗിരിയും കൂടെ ഒഴിച്ച് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണും കൂടെ ഇട്ട് നമുക്ക് ശരിക്കും മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഇതിനകത്തോട്ട് മുട്ടയും കൂടെ ഇട്ടുണ്ട്. ഞാൻ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ ശകലം മാരിനേറ്റ് ചെയ്ത് ഇതേ ക്രീമി കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ ചിക്കനെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് പറക്കിയിട്ട് നാരങ്ങ നീര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം, ഓപ്ഷണലാണ്. മിക്സ് ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം നമ്മൾ കുക്കറിലോട്ട് നമ്മുടെ ബീഫ് ഇപ്പോൾ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ 3-4 വിസിലടിച്ചതിന് ശേഷം ബീഫ് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ വലിയ ചീഞ്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്തും, പിന്നെ നമ്മുടെ ശകലം, എനിക്ക് ജീരകം ഇല്ലാത്തതുകൊണ്ട് മുഴുവനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരുംജീരക പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ ഇതിനകത്തൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 സവാളയും കൂടി ഇട്ട് വഴട്ടി ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ ബീഫ് ഇതിലോട്ട് എടുത്ത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് 1.25 ടീസ്പൂൺ ഗരം മസാല, 1.25 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടിയിട്ട് തിളച്ച് വറ്റിച്ച് നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞങ്ങൾ വറ്റിച്ചെടുത്ത് ഈ ഒരു പരുവമാക്കി എടുത്ത് കിട്ടിയത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചിക്കനും ഫ്രൈ ചെയ്തു, മോരുകറിയും ചോറും തോരനും കൂടെ ഉണ്ടാക്കി. പിന്നെ മീനച്ചാർ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്ലേറ്റ് കാണണ്ടേ? ഇതാണ് ഞങ്ങളുടെ സുന്ദരമായ പ്ലേറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.